ഈ മാസം 15-നാണ് പാമോലിൻ കേസ് പിൻവലിക്കുവാനുള്ള അപേക്ഷ സർക്കാർ തൃശൂർ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചത്. സർക്കാർ അപേക്ഷയ്ക്കൊപ്പം മുൻ ചീഫ് സെക്രട്ടറി എസ് പത്മകുമാർ, മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി സക്കറിയ മാത്യു എന്നിവർ സമർപ്പിച്ച വിടുതൽ ഹർജിയിലുള്ള വാദം കേൾക്കലും ഇന്നുണ്ടാകും. കേസ് പിൻവലിക്കണമെന്ന സർക്കാരിന്റെ വിജിലൻസ് ലീഗൽ അഡ്വൈസറുടെ ഹർജിയും ഇതോടൊപ്പം കോടതി പരിഗണിക്കുന്നുണ്ട്. എന്നാൽ പ്രോസിക്യൂഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വി.എസ്. സുനിൽകുമാർ എം.എൽ.എ. ഇന്നലെ വിജിലൻസ് കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. ഇതും കോടതി ഇന്ന് പരിഗണിച്ചേക്കുമെന്നാണ് സൂചന. കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാകും പാമോലിൻ കേസിന്റെ ഭാവി. 1991-92 കാലഘട്ടത്തിൽ സിംഗപ്പൂരിലെ പവർ ആൻഡ് എനർജി കമ്പനി വഴി 15,000 മെട്രിക് ടൺ പാമോയിൽ ഇറക്കുമതി ചെയ്തതിലൂടെ സർക്കാരിന് 2,32,00,000 രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നതാണ് പാമോലിൻ കേസ്. മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ, മുൻ ഭക്ഷ്യമന്ത്രി ടി.എച്ച്. മുസ്തഫ, ചീഫ് സെക്രട്ടറിയായിരുന്ന എസ് പത്മകുമാർ, അഡീഷണൽ ചീഫ് സെക്രട്ടറിയായിരുന്ന സക്കറിയ മാത്യു, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ എം.ഡി. ആയിരുന്ന ജി തോംസൺ എന്നിവരെ കൂടാതെ പവർ ആൻഡ് എനർജി കമ്പനിയും ചെന്നൈ മാല ട്രേഡിംഗ് കോർപ്പറേഷനുമായിരുന്നു കേസിലെ പ്രതികൾ. ഇതിൽ കെ കരുണാകരനെ അദ്ദേഹത്തിന്റെ മരണശേഷം കേസിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. മീഡിയ 1 തൃശൂർ.